ഞങ്ങൾ തന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. വിഴുപ്പുള്ളി റോഡ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ അത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ സർക്കാർ ചെയ്തു കഴിഞ്ഞാലും ആ ക്രെഡിറ്റ് 2020 കൊണ്ടുപോകുന്നുള്ളതുകൊണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. മറിഞ്ഞ് വീണിട്ടില്ല, പക്ഷെ സ്കിഡ് ചെയ്ത് പോകാറുണ്ട്. ഞങ്ങളിങ്ങനെ വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സർക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? കറണ്ട് കാശ് കൂട്ടുക, ഇത് കൂട്ടുക, ടാക്സ് കൂട്ടുക, എല്ലാം കൂട്ടുക. റോഡ് ഞങ്ങൾ നടു ഒടിയാറായി, വണ്ടിയുടെ ഇടപാട് തീർന്നു. രാത്രി പിള്ളേർ ഫാമിലി ആയിട്ട് വന്നാലും പിള്ളേർ നിലത്തെടുക്കും, പെണ്ണുമ്പിള്ളേർ നിലത്തെടുക്കും. ആ അവസ്ഥയിലാണ് കുഴി. ഒരു സമയം ചേച്ചി വന്നിട്ട് ആ ചേച്ചി താഴ്ത്തിട്ട് വേണ്ടിട്ട് ആ ചേച്ചി ഞാൻ വെള്ളത്തിൽ നിന്ന് പോയേ ആ മഴക്കാലത്ത്. എന്നാൽ മഴയുള്ള സമയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അതിനേക്കാളും അപകടമാണ്. അതന്നെ 100% ഉറപ്പത്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മേൽക്ക് ചളി തെറിക്കുന്ന അവസ്ഥ ഭയങ്കര മോശം അവസ്ഥയാണ് റോഡിനെ പറ്റി പറയാൻ. നമസ്കാരം. കിഴക്കമ്പലം പഞ്ചായത്തിൽ കൂടി പോകുന്ന PWD റോഡിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കിഴക്കമ്പലത്ത് നിന്നും പട്ടിമറ്റം ഭാഗത്തേക്കും പെരുമ്പാവൂർ ഭാഗത്തേക്കും ഒക്കെ പോകുന്ന PWD റോഡാണ്. ഈ റോഡിൻ്റെ ഒരു ദയനീയാവസ്ഥ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഈ രാഷ്ട്രീയം എങ്ങനെയൊക്കെയാണ് ജനങ്ങൾക്ക് ഒരു പാരയാവുന്നത്, അതായത് രാഷ്ട്രീയ മത്സരം. ഇവിടെ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 ആണ്. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനും 2020 തന്നെയാണ് സീറ്റ് നേടിയെടുത്തത്. അവരാണ് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിൽ കൂടി പോകുന്ന റോഡ് അത്ര നന്നായിട്ടിരിക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കണം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇതാ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഇപ്പം അവർ വീഴാൻ പോയതാണ്. ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് വലിയ ഒരു ദുരിതത്തിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും തന്നെ. നമുക്ക് ഈ യാത്രക്കാരോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഈ കുഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലേ? പ്രശ്നമാണ്. കാരണം ഇത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അലക്ഷം കെട്ടി ഞങ്ങൾ തന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഈ റോഡ് മോശമായിട്ട് കിടക്കുന്നത് അത് മര്യാദയ്ക്ക് ചെയ്യാൻ ഇവിടെ ആരുമില്ല. എന്ത് പറയാനാ, ഇതന്നെ അവസ്ഥ. ഇവിടെയും കുഴിയാണ്, അപ്പുറത്തും കുഴിയാണ്. ഇപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ വേണ്ടി കോളിപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, കിറ്റക്സിൻ്റെ ജംഗ്ഷനാണ്. അവിടെ ഇതുപോലെ തന്നെ അവസ്ഥയാണ്. റോഡാകെ തകർന്നെടുക്കുക. ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഒരു കൊല്ലമല്ലേ, ഒരു കൊല്ലത്തിന് മുകളിലായെന്ന് തോന്നുന്നു. രാഷ്ട്രീയ വൈരാഗ്യമാണോ? ഇല്ല രാഷ്ട്രീയ, ഞങ്ങൾ ലോക്കലിലുള്ള ആൾക്കാർ തന്നെയാണ്. രാഷ്ട്രീയ വൈരാഗ്യമല്ല. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലത്തൊന്നും പറയാനില്ല. രാഷ്ട്രീയപരമായിട്ട് നമുക്കൊന്നും അറിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. PWD സർക്കാരാണ് ചെയ്യുന്നത്. PWD റോഡാണ്, സർക്കാരിൻ്റെ റോഡാണെന്ന് പറയുന്നത്, പഞ്ചായത്ത് റോഡല്ല. ഇത് പഞ്ചായത്ത് 2020 ഭരിക്കുന്നതുകൊണ്ടാണ് ഇവർ ശരിയാക്കാത്തത്. അതറിയില്ല. വലിയ ദുരിതമാണ്. ദുരിതം തന്നെയാണ്. കാരണം വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കാണാൻ പോലെ ഞാൻ മഴക്കാലം വരുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് നാശകോശമായിട്ട് ഇപ്പോൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെന്ന് പറയാം. ഇത്ര പേര് ഇവിടെ ഈ കുഴി തന്നെ വീണുണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ ചെന്ന് കഴിയുമ്പോൾ കുറേ കുഴികളുണ്ട്. അവിടെ ഇതുപോലെ തന്നെയാണ് അവസ്ഥ. മഴവെള്ളം വരുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ആ സമയത്ത് നിങ്ങൾ റിപ്പോർട്ടുകാർ വന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാണ്ട് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ വെള്ളമില്ല, ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളമില്ല. ആ വെള്ളമുള്ള സമയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അന്നാലാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലൈവായിട്ട് നിങ്ങൾ ചാനലുകാർ പറയാറുണ്ട്. എന്നാൽ മഴയുള്ള സമയത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അതിനേക്കാളും അപകടമാണ്. അതന്നെ 100% ഉറപ്പത്. കുഴിയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ കഴിയത്തില്ല. ആ രീതിയിലേക്ക് ആളുകൾ ഇതിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ വലിയ അപകടമുണ്ടാകും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റോഡ് മുഴുനീളം ഈ കിഴക്കമ്പലം പഞ്ചായത്ത് കൂടി കടന്നു പോകുന്ന വഴികളിലെല്ലാം ഇത്തരത്തിൽ വലിയ കുഴികളാണ്. വലിയ വാഹനങ്ങളാണെങ്കിലും ചെറിയ വാഹനങ്ങളാണെങ്കിലും ഒക്കെ പോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് കുഴിയാണ്. ഈ ഗട്ടറുകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അത്തരത്തിൽ വലിയ താഴ്ചയാണ്. ടാറിട്ട ഭാഗവും കുഴിയായി കിടക്കുന്ന ഭാഗവും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് വലിയ ഒരു അപകടമാണ് വരുത്തി വെക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചില യാത്രക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ? പിന്നെ അറിയാൻ പാടില്ലേ ബുദ്ധിമുട്ടാണെന്ന്. യാത്രക്കാർക്ക് ദുരിതമാണ്. യാത്രക്കാർക്ക് ദുരിതം കാണാൻ പാടില്ല. ഇത് കിഴക്കമ്പലം എന്നിട്ട് ഇത് ഇവിടെ അങ്ങേറ്റം വരെ ഉണ്ടത്. ഈ റോഡിൽ കൂടെ പോകുന്ന വലിയ ദുരിതമാണോ? അതെ, ഇവിടെ 2 കൂട്ടരും കൂടി മത്സരിച്ച് റോഡ് നന്നാകാൻ കിടക്കണം. വണ്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? മോശം വഴി കൂടെ പോയ കംപ്ലൈൻറ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇത്തവണ മാറ്റുമായിരിക്കും. ഇനിയിപ്പോൾ നിയമസഭ ഇലക്ഷൻ വരികയാണെങ്കിൽ അതിന് മുമ്പ് മാറ്റുമായിരിക്കും. അത് നമുക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ 1.5 വർഷമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒരുപാട് നാളായി തകർന്നു കിടക്കണം.
എന്താ ഇത് ശരിയാക്കുന്നത്? ആരാ ശരിയാക്കണ്ടേ? PWD റോഡ് അത് പഞ്ചായത്തിന് ചെയ്യാൻ അധികാരമുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്? അത് എന്തോ രാഷ്ട്രീയ ഇത്. PWD റോഡ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ അത് ഗവൺമെൻറ്റാണ്. അതിന് MLA കൈകാര്യം ചെയ്യുക. അല്ലാണ്ട് ഇത് പഞ്ചായത്ത് തീരുമാനം. അങ്ങോട്ടുള്ള റോഡൊക്കെ ഇടവഴിയൊക്കെ പഞ്ചായത്ത് ചെയ്തേക്കണതാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. PWD റോഡ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്ന. അതാത് കാലത്ത് ഏത് ഗവൺമെൻറ്റാണോ ഭരിക്കുന്നത് അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അവർ വണ്ടിക്ക് ടാക്സും ഇതും മറ്റൊക്കെ മേടിക്കുന്നത്. ബസ്സാണെങ്കിൽ ഏതും ഈ വണ്ടി ഇറങ്ങണമെങ്കിൽ ഇതിൻ്റെ ഇത് കിട്ടണമല്ലോ. ഇതിപ്പോൾ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പൊടി ഇരിക്കാൻ പാടില്ല. എനിക്ക് തൊണ്ട തുറച്ചിലും ചുമയും ഇതൊക്കെയാണ്. പൊടിയടിച്ച് MLA ഇടയ്ക്ക് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഓരോരോ കാലത്ത് നാളെ പേപ്പറിലുണ്ടായിരുന്നു. ടെൻഡറായി എന്നൊക്കെ MLA തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 2 മാസം മുമ്പ്. ഇതിനെപ്പറ്റി ഒരു നടപടികളും കാണുന്നില്ല. വണ്ടികളെല്ലാം തന്നെ നശിച്ചു പോലെ ഇതുവഴി പോകുമ്പോൾ. ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലങ്ങളും ഈ റോഡ് ഈ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, എല്ലാ നിയോജകമണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് ഭരിക്കണോടത്തുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭരിക്കണോടത്തുണ്ട്, വേറെ ആരെങ്കിലും ഭരിക്കണോടത്താണെങ്കിലും ഒക്കെ ഗതി ഇത് തന്നെ. നമ്മൾ എറണാകുളം റോഡ് കൊണ്ടുവരുന്നവർ ഇതൊക്കെ കാണാൻ പാടില്ലേ? പൊട്ടും പൊളിയും പിന്നെ നടക്കണ വലിയ വർക്ക് നടക്കുന്നത്, റോഡ് ഇടിഞ്ഞു പോണത് ഇതൊക്കെ കാണാൻ പാടില്ലേ? ഇതൊക്കെ മനുഷ്യൻ തന്നെ ഇതായത് ദുരിതം അനുഭവിക്കണമല്ലോ. ഇതുപോലെ 2-3 പ്രാവശ്യം ഞങ്ങൾ തന്നെ ഇവിടെ വീഴാൻ പോകലുണ്ട്. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മേൽക്ക് ചളി തെറിക്കണ അവസ്ഥ, ഭയങ്കര മോശം അവസ്ഥയാണ് റോഡിനെ പറ്റി പറയാനുള്ളത്. എന്താണ് ഇങ്ങനെ കിടക്കാൻ കാരണം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ല, പക്ഷെ ഞാൻ ഇവിടെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ കുറവ് കാരണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയത് ചോദിച്ചപ്പോൾ. ഇവിടെ ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് 2020 ആണ്, പക്ഷേ അവർക്ക് മേലെന്ന് അപ്രൂവൽ കിട്ടുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത്. അതെ അതെ, സർക്കാർ ചെയ്യേണ്ടതാണ്. അപ്പം ഇനിയിപ്പോൾ സർക്കാർ ചെയ്ത് കഴിഞ്ഞാലും ആ ക്രെഡിറ്റ് 2020 കൊണ്ടുപോകുന്നുള്ളതുകൊണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ടെങ്കിലും റെഡി ആക്കുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോഴും റെഡി ആയിട്ടില്ല. അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴും ഇപ്പോൾ പ്രായമായവരൊക്കെ പോകുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് മെല്ലെ നോക്കിയേ പോകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓട്ടോ ഒക്കെ വിളിക്കുമ്പം ഇത് വഴി വരുന്നില്ല, കറങ്ങി അപ്പുറത്തു കൂടെ വരാമെന്ന് അവർ പറയാം. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഓട്ടോക്കാർ പറയും ഇതുവഴി വരുന്നില്ല, നമുക്ക് കറങ്ങിയിട്ട് അപ്പുറത്തു കൂടെ ഉള്ള വഴി വരാമെന്ന് പറയും. അതെ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഈ റോഡിൽ കൂടെ എങ്ങനെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്, ദുരിതത്തിലാണ്. മറിഞ്ഞു വീഴാറുണ്ടോ? മറിഞ്ഞ് വീണിട്ടില്ല, പക്ഷെ സ്കിഡ് ചെയ്ത് പോകാറുണ്ട്. അത്രയ്ക്ക് വലിയ കുഴിയാണ്. അത് മൊത്തം ചരലാണല്ലോ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് 2 വീലർ യാത്രക്കാർക്കുണ്ട്. ഞങ്ങൾ ടാക്സും കൊടുത്ത് വണ്ടിയുടെ കംപ്ലൈൻറ്റും പറ്റി നടക്കുക. സർക്കാർ ഞങ്ങളിങ്ങനെ വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ജനങ്ങൾക്ക് ഈ സർക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? ഒരു ഗുണം ഉണ്ടായില്ല. ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഗുണം ഈ കാശ് കൂട്ടൽ മാത്രം. കറണ്ട് കാശ് കൂട്ടുക, ഇത് കൂട്ടുക, ടാക്സ് കൂട്ടുക, എല്ലാം കൂട്ടുക. റോഡ് ഞങ്ങൾ നടു ഒടിയാറായി, വണ്ടിയുടെ ഇടപാട് തീർന്നു. ഞങ്ങൾക്ക് ഇതിന് ഈ റോഡ് നന്നാക്കാൻ എത്ര നാളായി സാങ്ഷൻ, എത്ര നാളെ 1-2 വർഷത്തോളമായി ഇത് നന്നാക്കാൻ കിടന്നിട്ട്. ഇതുവരെയായിട്ട് നന്നാക്കണില്ല. മന്ത്രി MLA പറയും 20 ആണ്, 20 പറയും MLA ആണ്. ആരോട് പറയണേ? അതെ, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഈ 2020 ആണ് ഇത്ര നാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. 2020 ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് സിംഗപ്പൂർ മോഡലാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത് വളരെ വലിയ മോശമായിട്ട് റോഡുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റോഡുകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല, കട്ടറുകളാണ്. വലിയ വികസനമൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് 2020 ആളുകളെ പറ്റിക്കുന്ന ഒരു നിലപാടായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2020 പഞ്ചായത്ത് റോഡല്ലല്ലോ ഇത്. പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ 2020ക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാലോ. ആ പഞ്ചായത്ത് ഒരുപാട് ഇതിൻ്റെ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയായിരുന്നു, ഇത് റെഡിയാക്കണം. പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും 2020 ആണ് സിംഗപ്പൂർ മോഡലാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പഞ്ചായത്ത് പഠിച്ചുകൊണ്ടിരുന്നതാണ്. മറ്റ് പഞ്ചായത്ത് റോഡുകളൊക്കെ വലിയ കുഴപ്പമില്ല, നല്ല റോഡ്. മറ്റ് പഞ്ചായത്ത് റോഡുകളാണെങ്കിലും അവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇതിനകത്ത്. ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു നിലപാട് എടുക്കണമല്ലോ. അവർ പറയുന്നത് MLA ആണ് സമ്മതിക്കാത്തത്. MLA നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തി, ഏറ്റവും വലിയ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ശ്രീനിജൻ MLA. അന്ന് ഏറ്റവും നല്ല MLAക്കുള്ള അവാർഡും കിട്ടിയതാണ്. പക്ഷേ നല്ല വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആ പഞ്ചായത്തിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും പക്ഷേ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണം ഇല്ലായിരുന്നു ഇവിടെ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും
2020-നെയൊക്കെ ജനങ്ങൾ തിരസ്കരിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ. ഇവിടുത്തെ പഞ്ചായത്ത് പോയി തിരസ്കരിക്കുന്ന രീതിയിലാണ് ജനങ്ങളെ പറ്റിക്കുന്നതൊന്നും ഇനി നടക്കില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2020 മൂലമാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. 2020 മൂലം തന്നെയാണ്, യാതൊരു സംശയവും ഇവിടെ. 2020 മൂലം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടെ. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്ന രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറണം, എന്നാലേ ഇത് നന്നാവുള്ളൂ. എൻ്റെ പൊന്നേട്ട് ഞാനിപ്പോൾ എന്താ പറയണതിന്, ഇതിപ്പോൾ 2-3 കൊല്ലം ശരിയാക്കുന്നില്ല. ഈ വണ്ടി ബീച്ചേട്ട എന്നും പണിയാനേ നേരമുള്ളൂ. വണ്ടി മൊത്തം ഷോക്ക് പണി കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പണി വരും. അതിൻ്റെ തന്നെ പരിപാടി. ഈ വണ്ടിയായാലും ഇതിപ്പോൾ ഫ്രണ്ട് ചാടി ആകെ ഇതായി നിൽക്കുക, ആകെ നശിച്ചെടുക്കുക. അതാണ്, അല്ലാതെ വേറെ എന്താ പറയുന്നത്. ജനങ്ങൾക്ക് ഇതിൽ സമരം ഉണ്ടാക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണക്കാരാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇതില്ല. കുണ്ടും കുഴിയാണ്, വണ്ടി ചാടി എട്ടെങ്ങേറാവും. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ ആളെ എത്തിക്കാൻ പറ്റില്ല. അതേ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത്. രാത്രി പിള്ളേരെ ഫാമിലി ആയിട്ട് വന്നാലും പിള്ളേർ നിലത്തെടുക്കും, പെണ്ണുപിള്ളേർ നിലത്തെടുക്കും. ആ അവസ്ഥയിലാണ് കുഴി. അതിലും ഭയങ്കര കുഴിയാണ്. അത് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കുഴിയാണ്. 3-4 കുഴിയുണ്ട്. മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന കുഴിയുണ്ട് അതിനകത്ത്. കൊച്ചുങ്ങളൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വണ്ടിയുടെ അടിയിൽ പോയാൽ പരിചയമില്ലാത്തവർ പോയി കഴിഞ്ഞാൽ കുഴിയിൽ വീഴും. അതേ എങ്ങോട്ട് പിടിച്ചാലും ഏതെങ്കിലും കുഴിയിൽ വീഴും. പരിചയമുള്ളവർക്ക് അറിയാം, ഇന്ന സീരിയലിൽ ചെരിഞ്ഞ് മറിഞ്ഞ് പോയാൽ ആ കുഴിയിൽ വീഴാണ്ട്. ഞങ്ങളൊക്കെ പോയി അങ്ങനെ ചെയ്യും, അതറിയാൻ പറ്റും. ഒരുപാട് നാളായി ഇതിപ്പോൾ മെയിൻ വഴി ചെയ്യേണ്ടത് പഞ്ചായത്തിനല്ല അധികാരം. അത് PWDയുടെ അധികാരമാണ്. അത് പഞ്ചായത്തിന് അവർ ചെയ്യാൻ പറ്റില്ല. ഈ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു ഏട്ടന്മാർ ബൈക്കിനടിയിട്ട് പോയി. അതായത് ഇവിടുന്ന് 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് ഒന്ന് കണ്ടുപോയി. ആ കട്ടിങ്ങിനടുത്ത് എന്നും ഇന്ന് ആൾക്കാർ വീഴോടാം, എന്നും വീഴോടാം. പിന്നെ ഈ വിലങ്ങ് 2 കൂടിയുണ്ട്, അവിടെ തന്നെ അവസ്ഥ. എല്ലാം അത് തന്നെ അവസ്ഥ. ഒരു സമയത്ത് ചേച്ചി വന്നിട്ട് ആ ചേച്ചി താഴ്ത്തിട്ട് വേണ്ടിട്ട് ആ ചേച്ചി ഞാൻ വെള്ളത്തിൽ നിന്ന് പോയേ ആ മഴക്കാലത്ത്. ബൈക്കിൽ 1-2 പേര് വന്നിട്ടുണ്ട്. അവരോടും കൂടി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. മോനെ, വലിയ പ്രശ്നത്തിലാണ്. എന്താണ് ഈ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഇതുവഴി? ഈ വഴി വണ്ടി ഓടിക്കാൻ വളരെ പാടാണ്. കാറായാലും സ്കൂട്ടറിലായാലും ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ആക്സിഡൻ്റ് ഒക്കെ ആയതാണ് അത് വെച്ച്. പിന്നെ വയസ്സായവരൊക്കെ കൊണ്ടുവരുമ്പോൾ പല രീതിയിൽ ആ കട്ട് റോഡിൽ അവിടെയൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഇവരെന്ന് വെച്ചാൽ ഇവർ സ്ഥിരം സ്കൂളിൽ പോകണൊക്കെ ഈ വഴിയാണ്. വലിയ പൊടിയും പ്രശ്നങ്ങളൊക്കെ ആണോ മോളെ? എല്ലാ ദിവസവും ഇതുവഴിയാണ് പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? സ്കൂൾ ബസ്സിന്. ആണോ? എന്താ ഈ സർക്കാരിനോട് എന്താ പറയണ്ടേ? ഈ റോഡ് ശരിയാക്കണോ? ശരിയാക്കണം. എത്രയോ 1 കൊല്ലത്തിന് മേളിലായി ഇപ്പം ഇങ്ങനെ കിടക്കണം അവസ്ഥ. കൊച്ചുകുട്ടികൾ അടക്കം പറയുന്നത് വലിയ ദുരിതം തന്നെയാണെന്നാണ്. അവരെല്ലാം സ്ഥിരം യാത്ര ചെയ്യുന്ന റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ ഈ വലിയ കുണ്ടും കുഴിയും ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഈ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും പിന്നെയും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഈ റോഡിൻ്റെ വിവിധ സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ അഗാധമായ ഗർത്തമാണുള്ളത്. എന്തായാലും ഈ രാഷ്ട്രീയ മത്സരം മാറ്റിവെച്ച് ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുക, അവരുടെ സ്വത്തിനെയും സംരക്ഷിക്കുക. വാഹനങ്ങളെല്ലാം തന്നെ വേഗം തന്നെ നാശമായി പോകും. ഷോക്ക് അബ്സറൊക്കെ തകർന്നു പോകും. പ്ലേറ്റുകൾ, ബസ്സുകളുടെയൊക്കെ ആണെങ്കിൽ പ്ലേറ്റുകൾ ഒടിഞ്ഞു പോകും. അതുപോലെ ഈ ലോറികളാണെങ്കിലും അതിൻ്റെയും പ്ലേറ്റുകളൊക്കെ ഈ കുഴിയിലൊക്കെ വീഴുമ്പോൾ ഒടിഞ്ഞു പോകും. അത്തരത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിങ്ങൾ സംരക്ഷണം നൽകണം. രാഷ്ട്രീയ മത്സരം മാറ്റിവെക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. കിഴക്കമ്പലത്ത് നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.